നമസ്കാരം. ഹോർമോസ് കടലെടുക്ക് വീണ്ടും ചൂട് പിടിക്കുമ്പോൾ ലോകം കേൾക്കുന്നത് ഭീഷണികളുടെ ശബ്ദമാണ്. പക്ഷേ ഈ ശബ്ദങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. ഇറാൻ US നാവികസേനയെ ഭീഷണിപ്പെടുത്തുന്നു. കപ്പലുകൾ ആക്രമിക്കപ്പെടുമെന്ന് തുറന്ന മുന്നറിയിപ്പ്. ഇത് കേൾക്കുമ്പോൾ അത് നേരിട്ടുള്ള ശക്തി പ്രകടനമായി തോന്നാം. എന്നാൽ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്: ഇത് യഥാർത്ഥത്തിൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ അതോ ഒരു തന്ത്രപരമായ സമ്മർദ്ദം മാത്രമാണ്? കാരണം ഇറാന്റെ നിലപാട് ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദം, കടൽപാതകളിലെ നിയന്ത്രണം ഇവയെല്ലാം ടെഹ്റാനെ ഒരു രക്ഷാത്മക ആക്രമണ നിലയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അതായത് നേരിട്ട് യുദ്ധം ആരംഭിക്കാനല്ല, മറിച്ച് സ്വന്തം സ്വാധീനം നഷ്ടപ്പെടാതിരിക്കാൻ നടത്തുന്ന ശക്തമായ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ. അതേസമയം അമേരിക്കയുടെ നിലപാടും പരിശോധിക്കേണ്ടതാണ്. ഹോർമൂസ് കടലെടുക്ക് തുറന്ന കടൽപ്പാതാണെന്നും ആഗോള വ്യാപാരത്തിന് അത് തടസ്സമില്ലാതെ തുടരേണ്ടതുണ്ട് എന്നും US പറയുന്നു. ലോകത്തിലെ ഏകദേശം 20% എണ്ണ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവിടെ സ്ഥിരത ഉറപ്പാക്കുന്നത് ഒരു അന്താരാഷ്ട്ര ഉത്തരവാദിത്വമാണെന്ന വാദമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ആക്രമണപരമായത്? ഇറാനോ അല്ലെങ്കിൽ അമേരിക്കയോ? ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം തുടർന്നാൽ US-ന്റെ കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ ഭീഷണി. പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവ് മൂസിൻ റസായിയാണ് US-ഉമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ഈ പരാമർശങ്ങൾ നടത്തിയത്. പ്രധാനപ്പെട്ട ജലപാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി US നടത്തുന്ന ഏത് നീക്കത്തിനും ഇറാൻ തിരിച്ചടി നൽകുമെന്ന് റസായി മുന്നറിയിപ്പ് നൽകി. മിസ്റ്റർ ട്രംപ് ഹോർമൂസ് കടലിടുക്കിന്റെ കാവലാളാകാൻ ആഗ്രഹിക്കുന്നു. ഇത് ശരിക്കും നിങ്ങളുടെ ജോലിയാണോ? US-നെ പോലുള്ള ശക്തമായ സൈന്യത്തിന്റെ ജോലിയാണോ എന്ന് റസായി ഉദ്ധരിച്ച് AFP ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് US കപ്പലുകൾ മുക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുൻ കമാൻഡർ ഇൻ ചീഫ് കൂടിയായ റസായി പറഞ്ഞു. നിങ്ങളുടെ ഈ കപ്പലുകൾ ഞങ്ങളുടെ ഏറ്റവും പ്രമുഖമായ മിസൈലുകൾ കൊണ്ട് മുക്കിക്കളയും. ഇത് അമേരിക്കൻ സൈന്യത്തിന് വലിയ ആഘാതമുണ്ടാക്കും. ഞങ്ങൾക്ക് അവ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് റസായി തുറന്നടിച്ചത്. വെടിനിർത്തൽ നീട്ടുന്നതിനെ എതിർക്കുന്നതായും യാതൊരു സൈനിക അധിനിവേശത്തിനെതിരെയും US-നെ മുന്നറിയിപ്പ് നൽകുന്നതായും കൂട്ടിച്ചേർത്തു. കരയിലൂടെ അധിനിവേശം നടത്താൻ US ശ്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും അത്തരം സാഹചര്യത്തിൽ സൈനികരെ ബന്ദികളാക്കുമെന്നും റസായി മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹോർമൂസ് കടലിടുക്ക് ശാശ്വതമായി തുറക്കുന്നതിനെ കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച അവകാശപ്പെട്ടത്. ചൈന ഇറാനിലേക്ക് ആയുധം നൽകില്ല എന്ന് സമ്മതിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഈ നീക്കത്തിൽ ചൈനയ്ക്ക് സന്തോഷമുണ്ടെന്നും ഷീ ജിൻപിങ്ങുമായുള്ള ഒരു വിശാലമായ ധാരണയെക്കുറിച്ചും ട്രംപ് അന്ന് സൂചിപ്പിച്ചു. ഇരുപക്ഷവും സ്മാർട്ടായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും നേതാക്കൾക്കിടയിൽ വരാനിരിക്കുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഞാൻ ശാശ്വതമായി തുറക്കുന്നതിൽ ചൈന വളരെ സന്തോഷവാനാണ്. ഞാൻ നിങ്ങൾക്കായി, ലോകത്തിനും വേണ്ടി ഇത് ചെയ്യുന്നു. ഈ സാഹചര്യം ഒരിക്കലും സംഭവിക്കില്ല. അവർ ഇറാനിലേക്ക് ആയുധം അയക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുറച്ചാഴ്ചകൾക്കുള്ളിൽ ഞാൻ അവിടെ എത്തുമ്പോൾ പ്രസിഡന്റ് ഷീ എനിക്ക് ഗാഢമായ ആശ്ലേഷം നൽകുമെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞത്. പ്രദേശം സജീവമായ സംഘർഷത്തിലായിരിക്കുന്ന അവസരത്തിലാണ് ഹോർമൂസ് കടലിടുക്ക് ശാശ്വതമായി തുറക്കുന്നതായി ട്രംപിന്റെ അവകാശവാദം. സമാധാന ചർച്ചകൾ തകർന്നതിനെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ട് അടുത്തിടെ US ഒരു നാവിക ഉപരോധം ആരംഭിച്ചിരുന്നു. തന്ത്രപരമായ ജലപാത വീണ്ടും തുറക്കാനും ആണവ ലക്ഷ്യങ്ങൾ നിലനിർത്താനും ഇറാനെ നിർബന്ധിതമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇറാൻ ഭീഷണി ഉയർത്തുന്നത് അവരുടെ സാമ്പത്തിക ശ്വാസകോശം അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യത്തിലാണ്. അമേരിക്ക ശക്തി പ്രകടനം നടത്തുന്നത് ആഗോള വ്യാപാരവും സ്വന്തം തന്ത്രപരമായ മേൽക്കോയ്മയും നിലനിർത്താൻ. അതുകൊണ്ട് ഈ ഏറ്റുമുട്ടൽ ഒരു ഏകപക്ഷീയമായ തിരിച്ചടിയുടെ കഥയല്ല. ഇത് പരസ്പര സമ്മർദ്ദങ്ങളുടെ ആകെ തുകയാണ്.